ഹലോ 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 ഇന്ന് ഈ മാസം ഞാൻ തയ്ച്ചു കൂട്ടിയ ക്രോഷ്യയുടെ കുറേ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഷോർട്സിലൂടെ കുറച്ചൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിനും നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെ സ്റ്റിച്ചാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ വൂളാണ്, അങ്ങനെ കുറേയേറെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ കുറേയേറെ കമൻറ്റുകൾ വന്നിട്ട് എല്ലാവരും ചോദിച്ചു ഇത് എന്ത് നൂലാണ്, ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നതാണെന്ന്, പക്ഷേ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ എല്ലാവരുടെയും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ മുയലിൻ്റെ പൗച്ച്. ഇത് ശരിക്കും മുയലിൻ്റെ പൗച്ചായിട്ടൊന്നും ഞാൻ തുടങ്ങിയ ഒരു വർക്കൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു പൗച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ പറയില്ലേ ഒരു എസ്തറ്റിക്കലി നല്ല രസമായിട്ടിരിക്കണമെന്ന്, അപ്പോൾ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ ഇത് ഞാൻ ഫുൾ തയ്ച്ചേക്കുന്ന ഡബിൾ ക്രോഷ്യയിലാണ് കേട്ടോ. നമുക്ക് ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച് ഒരിത്തിരി ഇതൊക്കെ ആയിട്ട് തോന്നും, വലുതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വലിയ ബാഗുകളൊക്കെ തയ്ക്കുമ്പോൾ ഡബിൾ ക്രോഷ്യ അടിപൊളിയായിട്ടിരിക്കും. ഇത് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ അക്രിലിക് വൂളാണ് കേട്ടോ. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്ത് വൂളാണ്, ഒത്തിരി കമൻറ്റുകൾ വന്നേക്കുന്നത് അതിനാണ്. ഇത് ഞാൻ അക്രിലിക് വൂളാണ് യൂസ് ചെയ്യുന്നത്, 100% അക്രിലിക് വൂൾ കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാം. ഇതിൻ്റെ വള്ളിയൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു വ്യത്യാസപ്പെടുത്തിയാണ് കേട്ടോ തയ്ച്ചേക്കുന്നത്. ഒരു രസമൊക്കെ വേണ്ടേ, ചെറിയ ചെറിയ മുത്ത് പോലെയൊക്കെ ഓരോ ഇതൊക്കെ ഒരു രസമായിട്ടിരിക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മളിത് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നണ്ടേ, അതുകൊണ്ട് 2 കണ്ണൊക്കെ വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ മൂടിയൊക്കെ തയ്ച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റിച്ചുകൾ മാത്രം കേട്ടോ. പിന്നെ ചെവിക്കൊരു ഇത്തിരി പിങ്ക് കളറൊക്കെ കൊടുത്തു, ഒരു രസമല്ലേ എല്ലാം കൂടെ ഇങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പം എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും, അതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടും നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ, അതിനൊക്കെ വേണ്ടിയാണ്. പിന്നെ കണ്ണൊക്കെ നമുക്ക് മേടിച്ചു വെക്കാൻ വേണമെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ണുകളാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇതൊക്കെ വീഡിയോയിലൂടെ കാണിക്കണമെന്ന്. ശരിക്കും വലിയ ലോങ് വീഡിയോസായി പോവും, അതെനിക്ക് അത്രയും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന വൂളൊക്കെ. ഒന്ന് നോക്കി അതിൻ്റെ തിക്നെസ്സൊക്കെ കണ്ടോ, ഒരു ഇത്രയൊക്കെ ഉള്ളൂ നൂല്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ 100% അക്രിലിക് വൂളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ചില നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ. അപ്പോൾ വേറെ ഒരു നൂല് ഞാൻ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നില്ല, അക്രിലിക് തന്നെയാണ്. അത് നമുക്ക് ചീപ്പാണ് ബാക്കിയുള്ള നൂലിനെ അപേക്ഷിച്ച് കേട്ടോ, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് കേട്ടോ. ഇത് നമ്മുടെ രണ്ടാമത്തെയാണ്. ഇത് നല്ല രസമായിട്ടുണ്ട്, എനിക്ക് തയ്ച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. റൗണ്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെയൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കണ്ണൊക്കെ വെച്ച് അടിപൊളിയാക്കിയാലോന്ന്. ഇത് നമ്മുടെ പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടാനില്ലേ, നമ്മുടെ ഹെഡ്സെറ്റോ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങൾ ഇടുമോ, നമ്മുടെ ബാഗിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ നല്ല രസമായിരിക്കും. അപ്പോൾ കാണാനും ഒരു ഗുമ്മൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ തയ്ക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് ഈ കളർ എടുത്തുന്നുള്ളൂ. ഇത് നമ്മുടെ അക്രിലിക്കാണ് കേട്ടോ. ഇത് ഫുൾ പഫ് സ്റ്റിച്ചിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഫ് എന്ന് പറഞ്ഞ പോലെ നല്ല രസമായിട്ട് അത് റൗണ്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ഭംഗിയായിട്ടിരിക്കും. അതിൻ്റെ ഫുൾ ബാഗൊക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്താൽ തുടങ്ങിയത്. സത്യം പറഞ്ഞ് നല്ല മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാനൊരു ചെറിയ സാധനത്തിൽ അങ്ങ് ഒപ്പിച്ച് നിർത്തിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതൊരു തിമിംഗലമാണ് കേട്ടോ. ഇത് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. മീൻസ് ഇത്തിരി കുറച്ച് വലിയ പൗച്ചാട്ടോ. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെയാണ് എന്തെങ്കിലും പെൻസിലോ അങ്ങനെ എന്തെങ്കിലും പേനയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇടാൻ പറ്റും കേട്ടോ. ഇത്തിരി വലുതാണത്. ശരിക്കും ഈ സൈസ് ഇത്രയും വലിയ സൈസൊന്നും ഞാൻ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല. പിന്നെ ഒരു മനസ്സിലൊരു ഐഡിയയുടെ പുറത്ത് ഉണ്ടാക്കിയെന്നുള്ളൂ. കണ്ണൊക്കെ വെറുതെ അങ്ങനെയൊക്കെ വെച്ചു. നമ്മൾ ശരിക്കും ഒരു സാധനത്തെ തയ്ക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ്സൊക്കെ വരണമല്ലോ, അപ്പോൾ ആ ക്യൂട്ട്നെസ്സൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ചെയ്തു എന്നുള്ളൂ. ഇതിന് ശരിക്കും ഡ്രോ സ്ട്രിങ് എന്നൊക്കെ കേട്ടോ പറയാൻ. കാരണം നമുക്ക് വലിക്കാനായിട്ടൊരു വള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിച്ചാൽ നമ്മുടെ ആ പൗച്ചിൻ്റെ വാവട്ടം ഇങ്ങനെ അടഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് വെറും ഡബിൾ ക്രോഷ്യ വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള സ്റ്റിച്ചുകൾ, ശരിക്കും വളരെ കുറച്ച് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചാൽ കുറേ സാധനങ്ങൾ നമുക്ക് തയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പൗച്ചാണ് ആമയുടെ. എനിക്കിത് വളരെ തയ്ച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ ആമയുടെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അന്നല്ല, ഒരു മൊത്തത്തിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഞാൻ മഞ്ഞയൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ 2-3 മുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ അങ്ങ് വെച്ച് പിടിപ്പിച്ചു, ഒരു കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഒരെണ്ണം കുഞ്ഞായിപ്പോയി തയ്ച്ചപ്പോൾ, ഒരെണ്ണം ഇത്തിരി വലുതായിപ്പോയി.
എന്താണേലും 2 കളർ വെച്ചൊക്കെ തയ്ക്കാമെന്നൊക്കെ വെച്ചു. അടിപൊളിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാം കേട്ടോ. ഹെഡ്സെറ്റൊക്കെ നമ്മുടെയൊക്കെ ഹെഡ്സെറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇത് കണ്ട് ഈ 2 സ്റ്റിച്ച് കണ്ട് ഞാൻ അത് ഉപയോഗിച്ചേക്കുന്ന സിംഗിൾ ക്രോഷ്യയാണ്, ഇത് ഡബിൾ ക്രോഷ്യയാണ് കണ്ട തിമിംഗലത്തിൻ്റെ. അപ്പോൾ ചെറിയ സ്റ്റിച്ചുകളും നല്ല അടിപൊളിയായിട്ട് വരണമെങ്കിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്യണം കേട്ടോ. ഡബിൾ ക്രോഷ്യ എന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ചുകളുടെ ഇത്തിരി ഞാൻ പറയത്തില്ലേ പൊക്കം കൂടും നന്നായിട്ട്, കാരണം 2 തവണ നമ്മൾ യാൺ ഓവർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ സിംഗിൾ ക്രോഷ്യയാണ് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ടെഡി ബെയർ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു സാധനത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടാവണമല്ലോ, അത് തന്നെ. ഇത് നമ്മുടെ ഒരു ചെറിയൊരു മൊബൈൽ ഫോണിൻ്റെ കവറിനൊക്കെ തയ്ച്ച, പക്ഷേ ഇത് നമുക്ക് പെൻസിൽ പൗച്ചായിട്ട് ഉപയോഗിക്കാം കേട്ടോ, കാരണം ചെറിയ സാധനമാണ്. അതുപോലെ തന്നെ പിന്നെ കണ്ണാടിയൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പർപ്പസ് പറഞ്ഞു എന്നുള്ളൂ, ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ അടിപൊളിയായിട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള 2 കളറൊക്കെ ആട്ടോ, അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് തയ്ച്ചു. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അവിടെ വേണം നമുക്കൊരു ബട്ടൺസൊക്കെ പിടിപ്പിക്കാൻ, ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് വെച്ചു എന്നുള്ളൂ അവിടെ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാം കേട്ടോ. ഇതിലും ഞാൻ ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രിഡായിട്ട് ചെയ്യുമെന്ന് പറയും കേട്ടോ. നമ്മൾ ഓരോ സ്റ്റിച്ചിനെയും ഓരോരോ കോളമായിട്ട് നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തൊരു വർക്കാണിത്. അപ്പം ഇത് നമുക്ക് ശരിക്കും ഗ്രിഡ് പാറ്റേൺ വേണം ചെയ്യണമെങ്കിൽ, എന്നാലാണ് നമ്മുടെ സ്റ്റിച്ച് നന്നായിട്ടിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ തുമ്പറ്റമൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഞാനൊന്ന് സെറ്റായിട്ട് ആക്കിയെന്നുള്ളൂ. പിന്നെ ഈ പൗച്ച് കണ്ടോ, അതിൻ്റെ തുമ്പറ്റത്ത് ഇത്തിരി ഫ്ലെയർ പോലെയൊക്കെ വരാൻ വെറും ചെയിനാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചെയിൻ ഇടുമ്പം നല്ല രസമായിരിക്കും, വിടർന്ന് നിൽക്കുന്ന പോലെ. ഇതിനകത്ത് വേണേൽ നമ്മൾ ആ മുമ്പേ പറഞ്ഞില്ലേ ഒരു ഡ്രോ സ്ട്രിങ് പോലെ, അതുപോലത്തെയൊക്കെ ഇടാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത പൗച്ച്. ഇത് ഞാൻ സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം ഇതിനും ഇതുപോലെ തന്നെ കുറേ ഞാൻ ചെയിനൊക്കെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് നല്ല രസമായിട്ട് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ ഒരു ഇരിക്കാനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഈ വൂളാണ് കേട്ടോ. ഇത് 100% അക്രിലിക്കാണ്. നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ട്, പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനത്തെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പം അത് ശകലം പൊന്തിയിരുന്നു എന്ന് വെച്ചാൽ യാതൊരുവിധ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തയ്ച്ചിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനും ഇതുണ്ട്, അത്യാവശ്യം സംഭവമൊക്കെ ഉണ്ട്. ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെയാണ് ചെറിയ കോയിനൊക്കെ ഇടാനോ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇടാനൊക്കെ ഇത് ഉപകരിക്കും. പിന്നെ ഞാനിതിൽ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എന്ത് എംബ്രോയ്ഡറി വേണമെങ്കിലും ചെയ്യാം, ഒരു രസത്തിന് അതൊക്കെ ചെയ്തു എന്നുള്ളൂ. എനിക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നാറില്ല, ക്യൂട്ട്നെസ് എല്ലാത്തിനും കൂട്ടണം എന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ അടുത്ത ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടൊന്നാണ്, ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്ന ഒരു പൗച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ നൂലുപയോഗിച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതും 100% അക്രിലിക്കാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ അടുത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ വലിയ വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായാലും എൻ്റെ തിരക്കുകൊണ്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല അതൊന്നും ചെയ്യാനായിട്ട്. അപ്പം ഈ വീഡിയോ ഞാനൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റും, അതുപോലെ ഇങ്ങനെ ഓരോന്ന് തയ്ച്ച് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. പിന്നെ ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ തയ്ച്ച് നമ്മൾ തന്നെ തയ്ച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു പെൻസിൽ പൗച്ച് പോലത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൗച്ചിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൂട്ടാനായിട്ടോ ഒരു പൗച്ച് മാത്രമേ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനൊരിത്തിരി ക്യൂട്ട്നെസ്സൊക്കെ വേണ്ടി 2 ചെവിയൊക്കെ വെച്ചു. പിന്നെ കണ്ണൊക്കെ ഒരു രസമായിക്കോട്ടെ എന്ന് ഓർത്ത് വെച്ചാണ്. സൈഡ് ഞാൻ സർക്കിളാക്കിയിട്ടോ, കാരണം നമ്മൾ ഈ പെൻസിൽ പേനയൊക്കെ ഇടൂലേ, അപ്പോൾ അതിന് കുറേ സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരുമാതിരി ചളുങ്ങിയിരിക്കുന്ന അവസ്ഥയാവും. പക്ഷേ സൈഡ് ഒരു സർക്കിളാണെങ്കിൽ കൂടുതൽ സാധനം നമ്മുടെ ബാഗിൻ്റെ അകത്ത് കൊള്ളും, അപ്പോൾ നല്ല രസമായിട്ടിരിക്കും. ഇനി പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിലും കണ്ണാടിയോ അല്ലെങ്കിൽ പെൻസിലോ കുറേ പേനയോ എന്ത് വേണേലും ഇടാം. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് സ്ഥലമെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് സിബ്ബൂടെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും ചാടി പോകുന്നോ അങ്ങനെയൊന്നും ഓർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൽ ഞാൻ ഡബിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും മിക്സ് ചെയ്താണ് കേട്ടോ ചെയ്തത്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ വരുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്താണേലും എന്താ പറയുക, ഒരു ഫൈനൽ ഒരു ഔട്ട്കം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നമ്മളിങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അല്ലേ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത ഒന്നാണിത്. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്ത വർക്കുകളെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഇത് നമ്മുടെ നെറ്റ് ചെയ്ത ഒരു പേഴ്സാണ് കേട്ടോ. ഇതിന് സാധാരണ പേഴ്സിനെ അപേക്ഷിച്ച് ഒന്നുകൂടി നല്ല ഭംഗി തോന്നും. നമ്മൾ ഈർക്കിലി ചെയ്ത ഒരു വർക്കാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതലും ഈ ഇതുകൊണ്ട് ഈ ബട്ടൺസിലൊക്കെ ഒന്നുകൂടി ഒരു ക്യൂട്ട്നെസ് കൂട്ടാനായിട്ട് ബട്ടൺസിലൊക്കെ ഞാൻ ബുള്ളി നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് എംബ്രോയിഡറിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തൊരു ക്യൂട്ട്നെസ് കൂട്ടാനായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിള്ളേരുടെയൊക്കെ ഉടുപ്പിലൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ബട്ടൺസിലൊക്കെ ചെയ്യുമ്പം അപ്പോൾ ഈ പേഴ്സിന് ക്യൂട്ട്നെസ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ്. അപ്പോൾ ഇതിൻ്റെ ആകും കണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. അതാണ് നമ്മൾ ഈർക്കിലി ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വർക്ക് ഭയങ്കര രസമായിട്ടിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റിച്ചെല്ലാം ഭയങ്കരമായിട്ട് അടുത്തടുത്ത് വരും, നമുക്ക് ആ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നും എന്നുള്ളതാണത്. അത് ചെയ്യാനൊരു ശകലം ബുദ്ധിമുട്ടാണ്, കുറച്ച് പ്രാക്ടീസ് വേണം ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. കാരണം ഇതിനു വേണ്ടി നമുക്ക് നിറ്റിംഗ് നീഡിലൊക്കെ മേടിക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് ഇതിങ്ങനെ ഭയങ്കര സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. നമ്മളിങ്ങനെ വലിച്ച് ചെയ്യുമ്പോൾ നല്ല ഇലാസ്റ്റിക് പോലെ വലിയുകയും ചെയ്യും, അതുപോലെ സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇതും നമ്മൾ അക്രിലിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ബാക്കി നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെ പോലെയൊന്നും അല്ല കേട്ടോ. ഈ സെയിം നൂല് ഉപയോഗിച്ച് ഞാൻ തയ്ച്ച ടെഡി ബെയറും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. സ്റ്റിച്ചൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇതുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക, വീഡിയോസൊക്കെ കാണുക, ഇടുന്ന വീഡിയോസൊക്കെ കാണുക, കണ്ടുപഠിക്കാൻ ശ്രമിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ വേറൊരു പൗച്ചാണ്. ഇത് ശരിക്കും ഇങ്ങനെയൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു പൗച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച്. പിന്നെ പൗച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമായിട്ടൊക്കെ ഇരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിവശത്തായിട്ടാണ് ഞാൻ സിബ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ കൊള്ളും. പറയുവാണെങ്കിൽ കുറേ പെൻസിലും പേനയും നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് കൊള്ളും കേട്ടോ. ഇതിൻ്റെ അല്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 പേന കയറുന്ന വലിപ്പത്തിലാണ് ഞാൻ സിബ് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും പിള്ളേർക്ക് എത്രയും ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. ഇനി വേണമെങ്കിൽ ഒരു ടേബിൾ ഡെക്കറായിട്ട് വെക്കാം, നമുക്ക് നമ്മുടെ എന്നാ പറയുക റൂമിലൊക്കെ വെക്കാം. നല്ല രസമായിട്ടിരിക്കും. ഒരു പൗച്ചാന്ന് തോന്നത്തുമില്ല, എന്നാൽ ഒരു ടെഡി ബെയർ പോലെ നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഓരോരോ വലിയ വലിയ വീഡിയോകൾ നമുക്ക് ഇടാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.